ഹായ് ഓൾ, ANS അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ISROയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. LPSCയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നൊരു തസ്തികയിലേക്കായിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷന്റെ വാർത്ത നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ പല ഉദ്യോഗാർത്ഥികൾക്കും എങ്ങനെ അത് അപേക്ഷിക്കണമെന്ന് അറിയില്ല, ഏത് സൈറ്റ് വഴി അത് അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയായി. അതിന്റെ ഫലമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് ഇന്ന് നിങ്ങളെ കാട്ടിത്തരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. അതായത് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ള എല്ലാവർക്കും, യോഗ്യതയുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ അപേക്ഷ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ സ്റ്റേജുകൾ അതിനുണ്ട് എന്നും നമുക്ക് ഓരോന്നോരോന്നും നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തെടുക്കേണ്ടത് LPSCയുടെ സൈറ്റാണ്. ISROയുടെ തന്നെ LPSCയുടെ സൈറ്റാണ്. എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് LPSCയുടെ സൈറ്റ്. നമ്മൾ LPSCയുടെ സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ LPSCയുടെ വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതിൽ കുറേ അധികം കാര്യങ്ങൾ LPSCയായിട്ട് ബന്ധപ്പെട്ട് തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ഡേറ്റാസ് ഉണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ ഇമേജുകൾക്ക് താഴെയായിട്ട് കാണുന്ന റിക്രൂട്ട്മെന്റ് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ സെനാരിയോ ആണ്. അതായത് പ്രൊക്യൂർമെന്റിന് ശേഷം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ സെക്ഷൻ കാണാം. അതിൽ 3-4 ആൾക്കാരുടെ കാര്യങ്ങളും റിസൾട്ട്സ്, നോട്ടീസ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് എത്തുന്നത്. ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനകത്ത് തന്നെ റിക്രൂട്ട്മെന്റിനകത്ത് തന്നെ കോണ്ടാക്ട് അസ്, സ്റ്റാറ്റസ് ഓഫ് കറണ്ട് അഡ്വർടൈസ്മെന്റ്, ഡൗൺലോഡ്സ്, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ ഡീറ്റെയിൽസ്. നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ അതിൽ സ്റ്റാറ്റസ് ഓഫ് കറണ്ട് അഡ്വർടൈസ്മെന്റ് മാത്രം നോക്കുക. അങ്ങനെ സ്റ്റാറ്റസ് ഓഫ് കറണ്ട് അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള തസ്തികളൊക്കെ ഇടത് സൈഡിൽ കാണാൻ പറ്റും. അതേ സമയത്ത് തന്നെ അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. LPS-1/2024 എന്നൊരു ഇത് കാണും. അതിനുശേഷം സ്റ്റാറ്റസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നൊരു ബ്ലൂ കളറുള്ള ഒരു 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് പറ്റുന്നു, ഇതിന്റെ ഒരു സൈറ്റിലേക്ക് എത്രയൊക്കെ വേക്കൻസി ആണ് എന്ന് ആദ്യത്തെ ഇതിൽ നമുക്ക് കയറി അതിന്റെ ഡീറ്റെയിൽസ് വായിക്കാൻ പറ്റും. ജസ്റ്റ് ബാക്ക് അടിച്ച് ഇറങ്ങിയിട്ട് രണ്ടാമത്തേത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഓൺലൈൻ റിക്രൂട്ട്മെന്റ് പോർട്ടലിന്റെ ഒരു സൈറ്റാണ്. ഈ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് പോർട്ടലിന്റെ സൈറ്റിലേക്ക് പോകുമ്പോൾ ധാരാളം ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയുടെ തന്നെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അതായത് വിവിധങ്ങളായിട്ടുള്ള മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ, വെൽഡർ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊസീജിയർ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ മുതൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് ഏതാണ്ട് 8 സ്റ്റെപ്പ് പ്ലസ് 9, അതായത് പേയ്മെന്റിന്റെ ഒരു സ്റ്റെപ്പ് കൂടുള്ള 9 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ വിൻഡോയിലേക്ക് കയറുമ്പോൾ ഈ വിൻഡോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഈ വിൻഡോയിൽ നോക്കൂ, ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഓരോരോ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് നമ്മുടെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജെൻഡർ, അതിനുശേഷം നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, എന്താണ് നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ജിമെയിൽ, നമ്മുടെ ജിമെയിൽ ID കൊടുക്കുന്നു. അതിനുശേഷം പേരന്റിന്റെ അല്ലെങ്കിൽ സ്പൗസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ശേഷം റിലേഷൻഷിപ്പ് കൊടുക്കുന്നു, നാഷണാലിറ്റി കൊടുക്കുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കുന്നു. OBC ആണെങ്കിൽ OBC, SC/ST ആണെങ്കിൽ SC/ST, ജനറൽ ആണെങ്കിൽ ജനറൽ, EWS ആണെങ്കിൽ അത് കൊടുക്കുന്നു. എടുക്കുമ്പോൾ ഒരു കാര്യം വേണം, സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് കയ്യിൽ വേണം. എന്താണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഫിസിക്കൽ, എന്താണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ, ആണെങ്കിൽ ആണ് എന്ന് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം, മസ്റ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇനിയും നമുക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് ഏതാണ് ക്രൈറ്റീരിയ, അതിന്റെ പെർസെൻറ്റേജ്, അത് രണ്ടും താഴെയായിട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ് സർവീസ്മാന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ആണെങ്കിൽ സർവീസിലുള്ള ആളിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൽ സർവീസ് ഡീറ്റെയിൽസ് മുഴുവൻ, അത് സർവീസിലുള്ളവർക്ക് മാത്രമാണ്, അത് അവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, അവർക്ക് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയും നമുക്ക് നിലവിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ, പൊതുവെ ആപ്ലിക്കേഷനുകളിൽ കാണാത്തതാണ്, നിലവിൽ എന്തെങ്കിലും പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനിയും ഓർഗനൈസേഷൻ, അതിന്റെ കാറ്റഗറിയും എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ, അതിൽ എന്ത് ഡെസിഗ്നേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊടുക്കണം. ഇനി സർവീസ് എത്ര കാലം മുതൽ എത്ര കാലം വരെ ഉണ്ട് എന്ന്, അതിന്റെ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് കയ്യിൽ മസ്റ്റ് ആയിട്ടും വേണം. എങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യരുത്. അതിനുശേഷം
ഇനിയും ഇതിൽ തന്നെ ഒന്നിലധികം പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളവരുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഒന്നിലധികം യോഗ്യതയിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ കുറേ വിൻഡോസ് കണ്ടു, അതിൽ ഏതിലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക. കാരണം ഇത് ഒന്നിലധികം പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു തസ്തികയാണ്. ഓക്കെ, ഇനിയും നമ്മൾ പോസ്റ്റ് നമ്പർ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈഡ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് പോസ്റ്റുകളുടെ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാറ്റിയ. ഇനി അടുത്തത് ഫോട്ടോ അപ്ലോഡ് ആണ്. അതിൽ ഏതാണ്ട് 40 KB ആ സൈസ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഫയൽ സൈസ് 40 KB ആയിരിക്കണം. JPG ഫോർമാറ്റിലായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ. അത് നോക്കി നിങ്ങൾ ഫോട്ടോയെ റീഅറേഞ്ച് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ എപ്പോഴും വ്യക്തതവും കൃത്യമായ വെക്കാൻ ശ്രമിക്കുക. പാസ്പോർട്ട് സൈസിന്റെ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ണാടി വെക്കാതെ എടുക്കുന്നതാണ് ബെറ്റർ. മുഖം നെറ്റിക്ക് ചന്ദനക്കുറി ഇടാതിരിക്കുന്നതും തൊപ്പി വെക്കാതിരിക്കുന്നതൊക്കെ ഒരു ക്വാളിറ്റി ഫോട്ടോയുടെ ലക്ഷണമാണ്. കഴിവുന്നത് ഫോളോ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് സർട്ടിഫിക്കറ്റ്സിന്റെ, അതായത് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നത് കാറ്റഗറി, അതായത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. എന്താണ് നമ്മുടെ അത് ഒന്നുകിൽ OBC ആവാം, EWS ആയിരിക്കാം, SC/ST ആയിരിക്കാം. അങ്ങനെ ഏതാണോ സർട്ടിഫിക്കറ്റ് അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് എങ്ങനെ വേണം അപ്ലോഡ് ചെയ്യാൻ? അത് അതിന്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ 1 MB ആയിരിക്കണം അതിന്റെ സൈസ്. മാത്രമല്ല അതൊരു PDF ഫോർമാറ്റിലായിരിക്കണം. മനസ്സിലായല്ലോ? ഈ 1 MB ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മുടെ ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷം ബർത്ത് പ്ലേസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് ഓരോന്നായിട്ട് കൊടുക്കുക. അതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കൊടുത്ത ശേഷം ഡിസ്ട്രിക്റ്റും ബാക്കി ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഒപ്പം തന്നെ ബ്രാഞ്ച് നമ്പറും IFSC കോഡും അക്കൗണ്ട് നമ്പറും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാം. അതിന് താഴെ നമ്മളെ ആദ്യ ഭാഗം ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അതായത് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ കാണാം. അങ്ങനെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഇനി നമ്മുടെ ഏതാണ്? രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത 3ാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നു. 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആപ്ലിക്കേഷന്റെ ഫോം കൃത്യമായിട്ട് കാണാം. സ്റ്റെപ്പ് 3 എന്നതിൽ നോട്ട് ചെയ്ത് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസം എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനിയും എന്താണ് നിങ്ങളുടെ റിസൾട്ട് ഡിക്ലെയർഡ് ആണോ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതാണോ? ഡിക്ലെയർ ചെയ്തതാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ എന്ന് കൊടുക്കുക. ഡിക്ലെയർ ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ഡിക്ലെയർഡ് എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡിക്ലെയർ കൊടുത്തിരിക്കുകയാണ്, കാരണം ഡിക്ലെയർഡ് ആണ്. അതോടുകൂടി നമ്മുടെ ഏത് സ്റ്റെപ്പ് കഴിഞ്ഞു? 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വിദ്യാഭ്യാസ യോഗ്യത പാസ്സാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? നമ്മൾ ഏത് ബോർഡിൽ നിന്നാണ് അത് പാസ്സായത്, മനസ്സിലായില്ലേ? ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം മറ്റേതെങ്കിലും ബോർഡാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്യണം. ഇതിൽ അതായത് ഈ ലിസ്റ്റിൽ, അതായത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേയധികം ബോർഡുകളുണ്ട്. ഇതല്ലാതെ വരികയാണെങ്കിൽ നമ്മൾ അത് സ്പെസിഫൈ ചെയ്യണം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്, ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്കുണ്ട്. ആ മാർക്കും കിട്ടി ടോട്ടൽ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും. അത് അവിടെ തന്നെ ചെയ്തോളൂ, ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്തോളും. ഇനി അടുത്തത് ഈ മാർക്കല്ലാതെ അവാർഡും ഗ്രേസ് മാർക്കും ഉള്ള ചില രീതിയിൽ സ്കോർ വരും. അവരാണ് താഴത്തെ ഭാഗം എൻ്റർ ചെയ്യേണ്ടത്. മുകളിലത്തെ ഭാഗം മാർക്കായിട്ട് വരുന്നവരും മറ്റൊരു അവാർഡ്, ഗ്രേസ്, മറ്റേ ഗ്രേഡ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇത് ചെയ്യുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട്. അവരാണ് അത് ചെയ്യേണ്ടത്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പാസ്സായ, അതായത് ഈ എക്സാം ഏത് വർഷമാണ് പാസ്സായതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നാണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പാസ്സായ വർഷം കൊടുക്കണം. ഇനി നമ്മൾ പാസ്സായ രീതി, ഫുൾ ടൈം ആണോ, പാർട്ട് ടൈം ആണോ, ഡിസ്റ്റൻസ് ആണോ, എന്താണോ അത് കൊടുക്കുന്നു. ലാസ്റ്റിൽ നമ്മൾ പാസ്സായത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഏത് ഭാഗം കഴിഞ്ഞു? നമ്മുടെ പാർട്ട് 4 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ വീണ്ടും കാണുന്നുണ്ട്. ഇവിടെ എന്താണ്? പാർട്ട് സ്റ്റെപ്പ് 5 9ൽ 5 എന്നവർ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മെട്രിക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഏത് ബോർഡാണ്, ഏത് വർഷമാണ് നമ്മൾ പാസ്സായത്, ഏത് മാസമാണ് പാസ്സായത്, അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കുന്നു. അതോടുകൂടി ആ ഒരു സ്റ്റെപ്പ്, അതായത് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തത് 6ാമത്തെ സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ
ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആഡഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നമുക്ക് ഇതല്ലാതെ എന്തെങ്കിലും ആഡഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇതിന് മുകളിലുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എനി കോഴ്സ് നിലവിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പഠനമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും റെലവൻറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കുക. അതൊന്നുമില്ല എങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഉള്ളവർ മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുക, ഇല്ലാത്തവരത് നെഗ്ലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നോ കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് 8ലേക്ക് എത്തുകയാണ്. സ്റ്റെപ്പ് 8ലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ നമ്മുടെ എല്ലാ പ്രൊസീജിയറിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. 8 അതായത് 9-8 എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇവിടെ കാണുകയാണ്. ഇതാ കണ്ടല്ലോ, നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഫോട്ടോ ഉൾപ്പെടെ ഇവിടെ വരുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ അഡ്രസ് പ്രൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നു. ബാങ്ക് ഡീറ്റെയിൽസ് വരുന്നു. അതിനുശേഷം പാർട്ട് 3 നമ്മൾ കൊടുത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നു. ഇനി പാർട്ട് 4 നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഈ തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെ ഡീറ്റെയിൽസും കാണുന്നു. ശേഷം 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു. ഇനി അവസാനമായിട്ട് നമ്മൾ ആർഡറായിട്ട് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് കാണുന്നു. ഇനിയത്തെ പ്രൊസീജിയർ എന്താണ്? സബ്മിറ്റ് ആണ്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഘട്ടമായ പേയ്മെന്റിലേക്കാണ് പോകുന്നത്. നമുക്കത് കാണാം. കണ്ടല്ലോ, ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വരുന്നു. ഇവിടെ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. യുവർ രജിസ്റ്റർ നമ്പർ 1552 ആണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്, എന്താണ്. ഇനി ഒരു ഓറഞ്ച് കളറിലെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെന്റ് വന്നിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. പോസ്റ്റ് കോഡ് 773. ഐ അക്സെപ്റ്റ് കൊടുക്കുന്നു. പേ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള പേയ്മെന്റ് പർപ്പസ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ വരികയാണ്. ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക, കൺഫേം കൊടുക്കുന്നു. ഡിഫറൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ്, നമുക്കിവിടെ കുറേയധികം ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ ബാങ്കിന്റെ ഓരോരോ ഡീറ്റെയിൽസ് ആണ് ഇതിൽ. ഈ പറയുന്ന ബാങ്കുകൾ, ഈ കാണുന്ന ബാങ്കുകളുടെയൊക്കെ സക്സസ് റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ താഴെ എന്തുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, UPI ഉണ്ട്. ഇതിൽ ഏത് ഫോർമാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ ആണ്. ഇതിൽ യൂണിയൻ ബാങ്കിന്റെ സക്സസ് റേറ്റ് 73.49, ബാങ്ക് ഓഫ് ബറോഡയുടെ 84.12, ICICI ബാങ്കിന്റെ 84.23, ഇന്ത്യൻ ബാങ്കിന്റെ 77.96, SBIയുടെ 81, 81.5, കൊട്ടാക്കിന്റെ 86%, HDFCക്ക് 86.89, ആക്സിസ് ബാങ്കിന് 83.12% ആക്യുറസി കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതുവഴി ചെയ്യുക. ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ UPI ചൂസ് ചെയ്ത് അതുവഴി ചെയ്യുക. അപ്പം ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ. 9ാമത്തെ പ്രൊസീജിയറാണ്. ഇവിടെ പേയ്മെന്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആവും. നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇതിൽ ആ ആപ്ലിക്കേഷൻ നമ്പറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ഓവർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ആപ്ലിക്കേഷൻ ഇട്ടാൽ മാത്രം പോരാ, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക കൂടി വേണമെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പം ഒരു ഡിപ്ലോമക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കരിയർ ഗ്രാഫാണ് ഈ ഒരു കരിയർ എന്ന് പറയുന്നത്. അപ്പം ISROയിൽ കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ISRO എന്നതിന്റെ കോച്ചിങ്, ഇന്റൻസീവ് കോച്ചിങ് നമ്മൾ ഓൾറെഡി ഏണസ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ക്ലാസ്സുകൾ, കൃത്യമായ സിലബസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കൃത്യതയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ പ്രത്യേകത. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ജോലി ചെയ്യുന്നവർക്കും ഇന്ത്യയിലോ ലോകത്തോ എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രണ്ടാമത്, ഏറ്റവും കൂടുതൽ ഇതിനെ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള വളരെയധികം കരിയർ ക്വാളിറ്റി ഉള്ള അധ്യാപകരാണ് നിങ്ങളുടെ അധ്യാപകരായിട്ട് വരുന്നതെന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ പേഴ്സണൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മെന്റേഴ്സിന്റെ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയുണ്ട്. പിന്നെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായിട്ട് നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു വലിയ പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ മുമ്പിൽ ഈ കോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിനുള്ള ഒരു അവസരമാണ്. ഒരു ചെറിയ സമയം പോലും കളയാതെ നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിനൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ISRO എന്ന് പറയുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു ജോലിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മറക്കണ്ട, ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉടൻ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. ISROയിലെ ജോലി ഉറപ്പുവരുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.